ആദ്യം ചോറ്റാനിക്കരയിലേക്ക് ഒന്ന് പോകണം. അവിടെ ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട സുഹൃത്തിനെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, ഇത് ഇപ്പോൾ ഒരാൾ മാത്രമല്ല, മറ്റൊരാൾ കൂടി പങ്കാളിത്തമുണ്ട്. ഒരുപക്ഷെ അയാൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. എങ്കിലും പോലീസ് കുറച്ചുകൂടി വ്യാപകമായി ഈ വിഷയത്തെ സമീപിക്കുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുറെ കൂടി ഗൗരവതരമായിരിക്കുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം പെൺകുട്ടി മരണപ്പെട്ടു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്ന രീതിയിലാണ്. കാരണം മുഴുവൻ കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. പ്രതി പറയുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു, അത് താൻ കണ്ടു, അങ്ങനെ ഈ ഷാള് മുറിച്ച് താഴെയിട്ടു എന്നതാണ്. ഒരു പരിധിവരെ പോലീസ് അതിനോട് അടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ സൂചനകളും കാര്യങ്ങളിലും നിന്നുകൊണ്ട് പ്രതിക്കെതിരെ ഈ കൊലപാതകം എന്നതിനപ്പുറം ഈ നരഹത്യ എന്ന രീതിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. മനഃപൂർവ്വമായ നരഹത്യ എന്ന രീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. കൊല ചെയ്തു എന്ന പോലീസ് സമർത്ഥിക്കാനുള്ളൊരു തെളിവിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. എങ്കിൽ കൂടിയും കുറെ കൂടി ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതിനനുസരിച്ച് പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കുറച്ചുകൂടി തെളിവുകളുടെ സമാഹരണം നടത്തുന്നു. ഒപ്പം തന്നെയാണ് ഇയാളുടെ ഒരു സാഹചര്യം സംബന്ധിയായ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന് ആദ്യം ലഭിച്ച വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഒരു കഞ്ചാവ് കേസും അതോടൊപ്പം തന്നെ 2 ആക്രമണ കേസും തല്ല് കേസുകളും നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. അപ്പോൾ ഇയാളുടെ ഒരു സാഹചര്യങ്ങൾ മാത്രവുമല്ല, ഇയാൾ അവിടെ കൊണ്ടുവന്ന് വിട്ട സുഹൃത്ത്, ഈ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് അടുത്ത ദിവസം. കാരണം ഇയാൾക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, എന്തായിരുന്നു മോട്ടീവ്, അവിടേക്ക് വളരെ തിടുക്കത്തിൽ അവിടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു, ആ രാത്രി അവിടേക്ക് കൊണ്ടുവരികയും വളരെ പെട്ടെന്ന് അയാൾ തിരിച്ചു പോകുന്നതും എല്ലാ CCTV ദൃശ്യങ്ങളിലുണ്ട്. തിരികെ എങ്ങനെയാണ് പോയതെന്ന് സ്വന്തം നിലയിൽ പോയതാണ് എന്ന് പറയുന്നു. പക്ഷേ പോലീസ് അത് മുഴുവനായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനുശേഷം ആരെങ്കിലും വിളിച്ചു വരുത്തി എന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊരു സ്ഥിരീകരണവും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ ഇയാൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ആദ്യം ഘട്ടത്തിൽ ലഭിച്ചപ്പോഴുള്ളതിനേക്കാളും സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വിളിക്കുമ്പോൾ ഈ നരഹത്യ അടക്കം ചുമത്തിയ ഒരാളായിട്ടാണ് വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമീപനങ്ങളിൽ മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയായി മാറിയിരിക്കുന്നു എന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇയാൾ പറയുന്നത് മുഴുവനായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം ഈ ഷാള മുറിച്ച് താഴെയിട്ടു, അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ആധികാരികത പോലീസിന് വരേണ്ടതുണ്ട്. നിലവിലെ തെളിവുകൾ ആ രീതിയിൽ സൂചിപ്പിക്കുന്നെങ്കിലും കുറച്ചുകൂടി വ്യക്തതയിലേക്കടക്കം കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അവിടെയാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇയാളുടെ സുഹൃത്ത് ബന്ധങ്ങൾ മറ്റാരെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നതടക്കം, അവിടെ ആരുടെയെങ്കിലും സഹായം ഉപയോഗിച്ചിരുന്നോ ഈ പെൺകുട്ടിയെ താഴെ ഇറക്കുന്നതിനും മറ്റും, അത്തരം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇയാൾ പറഞ്ഞത് പെൺകുട്ടിയല്ല അന്ന് ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നതെല്ലാമായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടിലടക്കം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായി നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൊരു തീരുമാനവും വ്യക്തതയും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് വീണ്ടും കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം ആ കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമൊന്ന് കുറ്റപത്രമടക്കം സമർപ്പിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് നീങ്ങിക്കൊണ്ടുപോയി ചെല്ലാനാണ് പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസം കസ്റ്റഡിയിലേക്ക് ഈ പ്രതി അനൂപിനെ വാങ്ങിക്കും. അതിനുശേഷമായിരിക്കും പിന്നീടുള്ള ഒരു നീക്കങ്ങൾ. മറ്റാരെങ്കിലും ഈ കേസിൽ പ്രതിയാണോ, ഇയാൾക്ക് മറ്റേതെങ്കിലും രീതിയിലൊരു സഹായമടക്കം ലഭിച്ചിട്ടുണ്ടോ, പെട്ടെന്നുള്ള ഒരു ഉദ്ദേശം എന്തായിരുന്നു, അവിടേക്ക് തിടുക്കത്തിൽ വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. വരും ദിവസമാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ഈ കാര്യത്തിൽ തീർച്ചയായും അതാണ് പോലീസിന്റെ ഈ വിഷയത്തിലുള്ള നീക്കം. നമുക്കറിയാം, ഈ ചോറ്റാനിക്കര വിഷയം നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച, വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമാണ്. അതിൽ അന്വേഷണ വഴിയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.